പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂസ്. ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റിൽ എങ്ങനെയാണ് ന്യൂ ഇഷ്യൂ ഫ്ലോട്ട് ചെയ്യുന്നതിന്റെ മെത്തേഡുകളാണ് നമ്മൾ പറയുന്നത്. ന്യൂ ഇഷ്യൂ എന്ന് പറയുന്നത് ന്യൂ സെക്യൂരിറ്റി എന്ത് ചെയ്യാണ്, ഒരു കമ്പനികൾ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് ന്യൂ ഇഷ്യൂ. അതിന്റെ മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ഇറ്റ് ക്യാൻ ചൂസ് ഫ്രം വേരിയസ് മെത്തേഡ് of floating new issue. New issues float ചെയ്യുന്നതിന് various method യൂസ് ചെയ്യുന്നു. The choice of method depends on company needs and the nature of the issue, market condition and regulatory requirement. ഇതിന്റെ മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കമ്പനിന്റെ നീഡ്സ് എന്താണോ, നേച്ചർ ഓഫ് ദ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റിയുടെ നേച്ചർ എന്താണോ, മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താണോ, റെഗുലേറ്ററി റിക്വയർമെന്റ് എന്നാണ്. ഒന്നാമത്തത് പ്യുവർ പ്രോസ്പെക്ടസ് മെത്തേഡ്. പ്യുവർ പ്രോസ്പെക്ടസ് മെത്തേഡ് ഈസ് എ മെത്തേഡ് വേർ കമ്പനി ഇഷ്യൂസ് പബ്ലിക് പ്രോസ്പെക്ടസ് ടു ഓഫർ ഈ സെക്യൂരിറ്റി ടു ദ പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നൽകിയിട്ടുള്ള പ്രോസ്പെക്ട് വിതരണം ചെയ്തുകൊണ്ട് നമ്മൾ സെക്യൂരിറ്റി ന്യൂ ഇഷ്യൂസ് ഇഷ്യൂ ചെയ്യുന്നതിന് എന്താ പറയാ, പ്യുവർ പ്രോസ്പെക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. പബ്ലിക് പ്രോസ്പെക്ടസ് വിതരണം ചെയ്യും ഇതിന്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the prospectus contain detailed information about the company. കമ്പനിയുടെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. ഈസ് ഫിനാൻഷ്യൽ ഹെൽത്ത് ഉണ്ടായിരിക്കും. നേച്ചർ ഓഫ് ദ സെക്യൂരിറ്റി ബീങ് ഓഫേർഡ്, എന്ത് സെക്യൂരിറ്റി ആണ് കൊടുക്കുന്നത്. ദ പർപ്പസ് ഓഫ് ഫണ്ട് ബീങ് റൈസ്ഡ്, എന്തിനാണ് ഫണ്ട് കണ്ടെത്തുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിലും അടങ്ങിയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിന് എന്ത് പറയാ, പ്യുവർ പ്രോസ്പെക്ട് മെത്തേഡ്. ദ കമ്പനി ഡസ് നോട്ട് അപ്രോച്ച് സ്പെസിഫിക് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ബട്ട് ഓപ്പൺ ദ ഇഷ്യൂസ് ജനറൽ പബ്ലിക്. ഇത് ഒരിക്കലും സ്പെസിഫിക് ആളുകൾക്കല്ല, സ്പെസിഫിക് ഗ്രൂപ്പിന് എന്നല്ല, എല്ലാവർക്കും ഇത് ഇഷ്യൂ എന്ത് ചെയ്യാൻ പറ്റും, ഇത് വാങ്ങാൻ സാധിക്കും. ദ ഫണ്ട് റൈസ്ഡ് ആർ ഡയറക്ട്ലി യൂസ്ഡ് ബൈ കമ്പനി ഫോർ എ സ്റ്റേറ്റഡ് പർപ്പസ്. ഫണ്ട് ഡയറക്റ്റ് ആയിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, ഇത് ഫണ്ട് റൈസ് ചെയ്യുന്നത്. ഓക്കെ. ദ പ്രോസ്പെക്ട് ഇസ് മെയ്ഡ് അവൈലബിൾ ടു ദ പബ്ലിക് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ബിഫോർ ദ സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ. എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് പീരീഡ് വരെയാണ് പബ്ലിക്കിന് ഈ പ്രോസ്പെക്ടസ് അവൈലബിൾ. നമ്മൾ കോളേജൊക്കെ പ്രോസ്പെക്ടസ് ഉണ്ടല്ലേ, അതിനെയാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഫുൾ ഡീറ്റെയിൽ അതിലുണ്ടാവും. ഇതിന്റെ അഡ്വാൻറ്റേജ് ട്രാൻസ്പെറന്റ് പ്രോസസ് വിത്ത് ഡീറ്റെയിൽഡ് ഡിസ്ക്ലോസേഴ്സ് എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് പ്രോസസ് ആണ്. എന്തുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. ഓപ്പൺ ടു ആൾ ഇൻവെസ്റ്റേഴ്സ്, എല്ലാവർക്കും ഇത് ഓപ്പൺ ആയിരിക്കും. ദസ് പ്രൊവൈഡിങ് എ വൈഡ് പൂൾ ഓഫ് ക്യാപിറ്റൽ, വൈഡ് പൂൾ ഓഫ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്പെൻസീവ്. ഇതെന്താണ്, ടൈം കൺസ്യൂമിങ് ആണ്, എക്സ്പെൻസീവ് ആണ്. റിക്വയർസ് ഡീറ്റെയിൽഡ് ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ ഡോക്യുമെന്റേഷന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിനാൻഷ്യലും ലീഗൽ ഡോക്യുമെന്റേഷനും അത്യാവശ്യമാണ്. ഇനി അടുത്ത മെത്തേഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് മെത്തേഡ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് കമ്പനി സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യും. ആരിലേക്കാണ്, ഡയറക്ട്ലി ടു സെലക്ട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് റാദർ ദാൻ ഓഫറിംഗ് ദം ഇൻ ജനറൽ പബ്ലിക്. നേരത്തെ കാര്യം എന്താണ്, എല്ലാവർക്കും എടുക്കാൻ പറ്റും. എന്നാൽ ഇതെന്താണ്, ഒരു സെലക്ട് ഗ്രൂപ്പിനാണ്. സെലക്ട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, ഇവർക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ദ സെക്യൂരിറ്റീസ് ആർ സോൾഡ് പ്രൈവറ്റ്ലി ടു സെലക്ട് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. സെക്യൂരിറ്റി പ്രൈവറ്റ് ആയിട്ടാണ് വിൽക്കുന്നത്. എന്താണ്, സെലക്ട് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനാണ്. ദ കമ്പനി ഡസ് നോട്ട് നീഡ് ടു ഗോ ത്രൂ റിഗ്രസ് പ്രോസസ് ഓഫ് ഫില്ലിംഗ് എ പ്രോസ്പെക്ടസ് വിത്ത് റെഗുലേറ്ററി അതോറിറ്റി. റെഗുലേറ്ററി അതോറിറ്റി വളരെ കൃത്യമായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തുകൊണ്ടുള്ള രീതിയിലേക്ക് കമ്പനിക്ക് പോകാൻ താല്പര്യമില്ലാത്തത്. ദ ഓഫർ ഈസ് ഓഫൺ മെയ്ഡ് ത്രൂ പ്രൈവറ്റ് നെഗോസിയേഷൻ. ഈ ഓഫർ പ്രൈവറ്റ് നെഗോസിയേഷനിലൂടെയാണ് നൽകുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫാസ്റ്റർ പ്രോസസ് ആണ്, ലോവർ ഇഷ്യൂവൻസ് കോസ്റ്റ്. ഇത് പെട്ടെന്ന് ഇത് പ്രോസസ് നടക്കും. അതേപോലെ തന്നെ ഇതിന്റെ ഇഷ്യൂവൻസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. മോർ കൺട്രോൾ ഓവർ ദ സെലക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. സെലക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് മോർ കൺട്രോൾ ഉണ്ടായിരിക്കും. സൂട്ടബിൾ ഫോർ കമ്പനി ദാറ്റ് പ്രിഫർ നോട്ട് ടു ഡിസ്ക്ലോസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ പബ്ലിക്കലി. ഒരു കമ്പനിയുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ പബ്ലിക്കിന് കൊടുക്കാൻ താല്പര്യമില്ലാത്ത കമ്പനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ലിമിറ്റഡ് പൂൾ ഓഫ് ഇൻവെസ്റ്റേഴ്സ് റെഡ്യൂസിങ് ക്യാപിറ്റൽ റൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ മാത്രമേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾക്കുള്ളതാണല്ലോ റെഡ്യൂസിങ് ക്യാപിറ്റൽ റൈസ്ഡ്. ലെസ് മാർക്കറ്റ് വിസിബിലിറ്റി കമ്പയർഡ് ടു പബ്ലിക് ഓഫറിംഗ്. പബ്ലിക് ഓഫറിംഗിനെ അപേക്ഷിച്ച് ലെസ് മാർക്കറ്റ് വിസിബിലിറ്റി ആണല്ലോ. അടുത്തത് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് മെത്തേഡ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് മെത്തേഡ് എന്ന ഫസ്റ്റ് സെയിൽ ഓഫ് കമ്പനി സ്റ്റോക്ക് ടു ദ പബ്ലിക്. കമ്പനിയുടെ സ്റ്റോക്ക് ഫസ്റ്റ് സെയിൽ ചെയ്യുന്നതിന് എന്താ പറയുക, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റൈസ് ഇക്വിറ്റി ക്യാപിറ്റൽ ഫ്രം വൈഡ് റേഞ്ച് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. വൈഡ് റേഞ്ച് ഓഫ് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ദ കമ്പനി ഗെറ്റ്സ് ലിസ്റ്റഡ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കമ്പനി എന്ത് ചെയ്യും, പിന്നീട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും. അടുത്ത കീ ഫീച്ചേഴ്സ് ഇൻവോൾവ്സ് ദ ഇഷ്യൂവൻസ് ഓഫ് ന്യൂ ഷെയർസ് ടു ദ പബ്ലിക് ഫോർ ദ ഫസ്റ്റ് ടൈം.
പുതിയ ഷെയർസ് ഫസ്റ്റ് ടൈം ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇതിൽ ചെയ്യുന്നത്. ദ കമ്പനി മസ്റ്റ് കംപ്ലൈ വിത്ത് വേരിയസ് റെഗുലേറ്ററി റിക്വയർമെന്റ്, ഡിസ്ക്ലോസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഓപ്പറേഷൻ ആൻഡ് അതർ മെറ്റീരിയൽ ഫാക്ട്. കമ്പനി എന്ത് ചെയ്യണം? പുറത്തേക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, റെഗുലേറ്ററി റിക്വയർമെന്റ് ഒക്കെ ചെയ്യണം. അതിന്റെ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളൊക്കെ പുറത്ത് വളരെ കൃത്യമായിട്ട് കമ്പനിയുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. പുറത്തുനിന്ന് പബ്ലിക്കിന്. അതേപോലെ അതിന്റെ റെഗുലേറ്ററി ഏജൻസി. ദ പ്രൈസ് ഓഫ് ദ ഷെയർസ് ഈസ് ഓഫൻ ഡിറ്റർമിൻഡ് ത്രൂ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ബുക്ക് ബിൽഡിംഗ് മെത്തേഡിലൂടെയാണ് ഇതിന്റെ പ്രൈസ് ഓഫ് ഷെയർസ് തീരുമാനിക്കുന്നത് ത്രൂ ഫിക്സഡ് പ്രൈസ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൊവൈഡ് സിഗ്നിഫിക്കന്റ് ക്യാപിറ്റൽ ഫോർ എക്സ്പാൻഷൻ. കമ്പനിയുടെ എക്സ്പാൻഷന് സിഗ്നിഫിക്കന്റ് ക്യാപിറ്റൽ കിട്ടും. ഇൻക്രീസ് ദ കമ്പനി പബ്ലിക് പ്രൊഫൈൽ. കമ്പനിക്ക് ഒരു പബ്ലിക് പ്രൊഫൈൽ ഇതിലൂടെ കിട്ടും. അതേപോലെ ക്രെഡിബിലിറ്റിയും ലഭിക്കും. ലിക്വിഡിറ്റി ഓഫ് ഫോർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ലിക്വിഡിറ്റി ലഭിക്കും. പെട്ടെന്ന് വിൽക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസരം ലഭിക്കും. എക്സ്പെൻസീവ് പ്രോസസ് ആണ് ഡ്യൂ ടു അണ്ടർ റൈറ്റിംഗ് ആൻഡ് റെഗുലേറ്ററി ഫീസ്. ഇതിന്റെ അണ്ടർ റൈറ്റിംഗ് ഫീസും റെഗുലേറ്ററി ഫീസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് പ്രോസസ് ആണ്. സബ്ജക്ട് ടു മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ ഇതിന് വർക്ക് ചെയ്യുക. ഇഫ് മാർക്കറ്റ് സെന്റിമെന്റ് ഇസ് നെഗറ്റീവ്, ഇറ്റ് മേ ലീഡ് ടു പുവർ പ്രൈസിംഗ്. മാർക്കറ്റ് സെന്റിമെന്റ് നെഗറ്റീവ് ആണെങ്കിൽ പുവർ പ്രൈസിംഗ് ആയിരിക്കും ഇതിന് ലഭിക്കുക. ഇനി റൈറ്റ് ഇഷ്യൂ മെത്തേഡ്. റൈറ്റ് ഇഷ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വാങ്ങാൻ വേണ്ടിയിട്ട് അഡീഷണൽ ഷെയർസ് ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുന്ന രീതിക്കാണ് ഇത് പറയുന്നത് റൈറ്റ് ഇഷ്യൂ മെത്തേഡ്. അത് അവര് എക്സിസ്റ്റിംഗ് ഹോൾഡിങ്ങിന്റെ പ്രൊപ്പോർഷനേറ്റ്സ് ആണ്. ഞാനൊരു കമ്പനിയുടെ ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറെ ആളുകൾ എടുത്തിട്ടുണ്ടാവും. അവർക്ക് എന്ത് ചെയ്യണം? കമ്പനി അഡീഷണൽ ആയിട്ട് ഷെയർ കൊടുക്കുകയാണ്. വാങ്ങുന്ന ആൾക്ക് ഡിസ്കൗണ്ട് പ്രൈസിലാണ് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്നാണ് പ്രപ്പോർഷൻ ടു ദെയർ എക്സിസ്റ്റിംഗ് ഹോൾഡിംഗ്. നിലവിൽ എത്രയാണ് ഓരോരുത്തർ ഷെയർ ഹോൾഡ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുക. Give shareholders right but not the obligation to buy new shares. ഇത് അവർക്ക് വാങ്ങാനുള്ള റൈറ്റേ കൊടുക്കണുള്ളൂ, അത് നിർബന്ധമില്ല. ഓക്കെ, താല്പര്യമുള്ളവർക്ക് വാങ്ങിയാൽ മതി. The company offers new shares to current shareholders on pro rata basis. Pro rata basisൽ current shareholders ന്യൂ ഷെയർസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 new share for every 5 share held. അതാണ് അതിന്റെ അർത്ഥം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. 5 ഷെയർ ഉള്ള ആളുകൾക്ക് ഒരു പുതിയ ഷെയർ കൊടുക്കുക. 10 ഉള്ള ആൾക്കാർക്ക് 2 എണ്ണം കിട്ടും. The issue prices is typically lower than the market price. ഇഷ്യൂ പ്രൈസസ് എന്തായിരിക്കും? ടിപ്പിക്കലി ലോവർ ദാൻ ആയിരിക്കും, മാർക്കറ്റ് പ്രൈസിനെ കാട്ടിലും കുറവായിരിക്കും. ഷെയർ ഹോൾഡേഴ്സ് മേ സെൽ ദെയർ റൈറ്റ് ടു അതർ ഇൻവെസ്റ്റേഴ്സ് ഇഫ് ദേ ഡു നോട്ട് വാണ്ട് ടു എക്സസൈസ് ദം. എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? വിൽക്കാനുള്ള അവകാശം കിട്ടും മറ്റു ഇൻവെസ്റ്റേഴ്സിന്. അടുത്ത ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയാം, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫസ്റ്റ് ചാൻസ് ടു ബൈ ദ ന്യൂ ഷെയർസ് പ്രിവെന്റിംഗ് ഡിലൂഷൻ ഓഫ് ദെയർ ഓണർഷിപ്പ്. പലരിലേക്കും ഓണർഷിപ്പ് പോകുന്നത് ആ നിലവിലുള്ള ആളുകൾക്കിലേക്ക് എത്തുന്നതിന് സഹകരിക്കും. Can be quicker. ഇത് ക്വിക്കർ ആണ്. ലെസ് കോസ്റ്റ്ലി മെത്തേഡ് കമ്പയർഡ് ടു an IPO. IPO നെ അപേക്ഷിച്ച് ലെസ് കോസ്റ്റ്ലി മെത്തേഡ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ടേക്ക് അപ്പ് ദ റൈറ്റ്. എടുക്കാനുള്ള അവകാശം കൊടുത്തില്ല. കമ്പനി മേ നോട്ട് റൈസ് ഡിസൈഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. അവർ അത് ചെയ്തിട്ടില്ലെങ്കിൽ, ആ അവകാശം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? കമ്പനിക്ക് ഡിസൈഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ലഭിക്കില്ല. ഇഷ്യൂ പ്രൈസ് ഇസ് യൂഷ്വലി ഡിസ്കൗണ്ടഡ് ലീഡിംഗ് ടു പൊട്ടൻഷ്യൽ ഡിലൂഷൻ ഓഫ് വാല്യൂ. ഓക്കെ. Bonus issue method. Bonus issue refers to the issuance of additional shares to existing shareholders without any additional cost based on the number of shares already held by them. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നേരത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിസ്കൗണ്ട് പ്രൈസിലായിരുന്നു. ഇതെന്ന് പറയുന്നത് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ കോസ്റ്റ് ഇല്ലാതെ പുതിയ ഷെയർ കൊടുക്കുന്ന രീതിക്കാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. അവർ എത്ര ഷെയർ ആണ് നിലവിലുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുക. Bonus shares are issued out of company's accumulated earning or reserve. Bonus shares issue a കമ്പനിയുടെ accumulated earningനും റിസർവിന്റെയും അടിസ്ഥാനത്തിൽ. ഇതിന്റെ key features എന്ന് പറയുന്നത് no fresh capital is raised from investors. പുതിയ ഫ്രഷ് ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സിന് റൈസ് ചെയ്യാൻ കഴിയില്ല. The company capitalized part of its reserve or surplus to issue new shares. കമ്പനിയുടെ ക്യാപിറ്റലിന്റെ ഒരു പാർട്ടാണ് റിസർവ് ആയിട്ട് സർപ്ലസ് ആയിട്ടുള്ളതാണ് പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. Is often done to reward existing shareholders to increase the liquidity of the shares. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് റിവാർഡ് ലഭിക്കാൻ അവരുടെ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് നീഡ് ടു ഇൻവെസ്റ്റ് മോർ മണി. പുതിയ ക്യാഷ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നോ കോസ്റ്റിലാണ് ലഭിക്കുന്നത്. ഇറ്റ് ക്യാൻ മേക്ക് ഷെയർസ് മോർ അഫോർഡബിൾ ആൻഡ് ലിക്വിഡ് ഇൻ ദ മാർക്കറ്റ്. ഇത് അഫോർഡബിൾ ആണ്, ഇത് ലഭിക്കുന്നത് ലിക്വിഡ് ഇൻ ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോ ക്യാപിറ്റൽ ഈസ് റൈസ്ഡ് ഫോർ കമ്പനി എക്സ്പാൻഷൻ. കമ്പനി എക്സ്പാൻഷന് പുതിയ ക്യാപിറ്റൽ ലഭിക്കുന്നില്ല. ദ വാല്യൂ പെർ ഷെയർ മേ ഡിക്രീസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ഷെയർസ് ഇൻ സർക്കുലേഷൻ. നിലവിലുള്ള ഷെയറിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നത് അതിന് പ്രധാന കാരണം പുതിയ ഷെയർ സർക്കുലേഷനിൽ ഇൻക്രീസ് ചെയ്ത് കുറെ സപ്ലൈ കൂടിയാൽ എന്ത് ചെയ്യും? അതിന്റെ വാല്യൂ കുറയും. ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് ഇസ് എ process used IPO where company and its underwriters determine the price of the shares based on demand from institutional investors. ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് IPOയുടെ ഒരു പ്രോസസ് ആണ്. അതിന് യൂസ് ചെയ്യുന്ന കമ്പനി അണ്ടർറൈറ്റേഴ്സ് എന്താണ്
പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും എന്തിന്റെ അടിസ്ഥാനത്തിൽ ഓഫ് ദ ഷെയർസ് എന്തിന്റെ അടിസ്ഥാനത്തില ഡിമാൻഡ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ ദ പ്രൈസ് ഇസ് സെറ്റ് ത്രൂ ബൈഡിംഗ് പ്രോസസ്. ബൈഡ് എന്താണ് ലേലം എന്നുള്ള രീതിയിലാണ്. ഇൻവെസ്റ്റേഴ്സ് പ്ലേസ് ബിഡ്സ് ഫോർ ദ ഷെയർസ് അറ്റ് എ സർട്ടൻ പ്രൈസ് വിത്തിൻ പ്രൈസ് ബാൻഡ്. ഒരു പ്രത്യേക പ്രൈസ് ബാൻഡിന്റെ അടിസ്ഥാനത്തിൽ ബിഡ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ദ ഫൈനൽ ഇഷ്യൂ പ്രൈസ് ഇസ് ഡിറ്റർമിൻ ബേസ്ഡ് ഓൺ ബിഡ്സ് റിസീവ്ഡ്. ബിഡ്സ് റിസീവ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഫൈനൽ പ്രൈസ് തീരുമാനിക്കുന്നത്. ടിപ്പിക്കലി യൂസർ ലാർജ് പബ്ലിക് ഓഫറിംഗ് ആൻഡ് പ്രൊവൈഡ് മോർ മാർക്കറ്റ് ഡ്രിവൻ പ്രൈസ് ഫോർ ദ ഷെയർസ്. ഇത് ലാർജ് പബ്ലിക് ഓഫറിംഗിനാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ മോർ മാർക്കറ്റ് ഡ്രിവൻ പ്രൈസ് ഫോർ ദ ഷെയർസിന് ലഭിക്കും. ഇതിന്റെ അഡ്വാൻറ്റേജ് പ്രൈസ് ഡിസ്കവറി ഈസ് more efficient. Price discovery more efficient ആണ്. as is reflect the market demand. ഇത് മാർക്കറ്റ് ഡിമാൻഡിനെ റിഫ്ലക്ട് ചെയ്യും. it reduce risk for underpricing or overpricing the shares. ഷെയറിന്റെ അണ്ടർ പ്രൈസിങ്ങും ഓവർ പ്രൈസിങ്ങും ഉള്ള റിസ്ക് റെഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൈസ് തീരുമാനിക്കുന്നത്. ഇതൊരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ദ പ്രൈസിംഗ് ഈസ് നോട്ട് ഫിക്സഡ് സോ ഇൻവെസ്റ്റേഴ്സ് ഫേസ് അൺസർട്ടനിറ്റി റിഗാർഡിംഗ് ദ ഫൈനൽ പ്രൈസ്. പ്രൈസ് ഫിക്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അൺസർട്ടനിറ്റി ഉണ്ടാവും ഈ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത്. അടുത്ത എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ അലോസ് എംപ്ലോയീസ് ഓഫ് കമ്പനി ടു പർച്ചേസ് ഇറ്റ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ടഡ് പ്രൈസ് ഓർ റിസീവ് സ്റ്റോക്ക് ഓപ്ഷൻ ആസ് എ പാർട്ട് ഓഫ് ദെയർ കോമ്പൻസേഷൻ പാക്കേജ്. കമ്പനിയിലുള്ള എംപ്ലോയീസിന് ഷെയർ പർച്ചേസ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇത്. ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇത് ലഭിക്കുക. റിസീവ് സ്റ്റോക്ക് ഓപ്ഷൻ ആസ് എ പാർട്ട് ഓഫ് ദെയർ കോമ്പൻസേഷൻ പാക്കേജ്. It is typically offered to employees as a form of incentive or compensation. ഇതൊരു ഇൻസെന്റീവ് ആയിട്ടോ കോമ്പൻസേഷൻ ആയിട്ടാണ് ഇത് ലഭിക്കാറുള്ളത്. എംപ്ലോയീസ് ക്യാൻ എക്സസൈസ് ദെയർ ഓപ്ഷൻ ആഫ്റ്റർ certain vesting period. ഈ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്ഷനിൽ എക്സസൈസ് അത് ഉപയോഗിക്കാൻ ട്രേഡ് ചെയ്യാനൊക്കെ ചെയ്യും certain vesting period കുറച്ച് കാലത്തിന് ശേഷം. It can save tool of employees retention and motivation. കമ്പനിയുള്ള എംപ്ലോയീസിന് ഒരു മോട്ടിവേഷൻ കിട്ടുകയാണ്, റിറ്റൻഷൻ കിട്ടുകയാണ്. എന്റെ കമ്പനിയാണ്, ഞാൻ ഷെയർ എടുത്ത കമ്പനി, അപ്പം അത് ഉയരണം എന്നുള്ള ഒരു താല്പര്യം വരികയാണ് ചെയ്യുന്നത്. ഹെൽപ്സ് റിട്ടൈൻ ആൻഡ് motivate employees. ഓക്കെ, ഒന്നാമത്തത് align the interest of employees with those of shareholders. എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഒരു ഇൻട്രസ്റ്റ് കമ്പനിയോട് ഉണ്ടാവാണ്. dilution of ownership for existing shareholders when the option are exercised. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഓണർഷിപ്പ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഡിലൂഷൻ ചെയ്യും, ഓപ്ഷൻസ് ആർ എക്സസൈസ്ഡ്. ഓക്കെ, അടുത്ത് എംപ്ലോയീസ് മേ ബി ലിമിറ്റഡ് ഇൻ സെല്ലിംഗ് ദെയർ ഷെയർസ് അണ്ടിൽ ദ കമ്പനി ഗോസ് പബ്ലിക്. കമ്പനി പബ്ലിക്കിലേക്ക് ആവുന്നതിന് മുമ്പ് വിൽക്കാനുള്ള തടസ്സം ഉണ്ടാവും. അടുത്ത ആളുകൾക്ക് എംപ്ലോയീസിന് അത് വിൽക്കാനുള്ള ഒരു തടസ്സം ഇതിൽ നേരിടും. ഇത്രയാണ് നമ്മൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റിലെ ഫ്ലോട്ടിംഗ് രീതികളെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.